കണ്ടോ? ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം. എന്താണെന്നറിയാമോ? ഒന്നുമില്ല, കോവയ്ക്ക ഫ്രൈയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിൽ ഈ മസാലയിലൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ, അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വായോ. ആദ്യം തന്നെ കോവയ്ക്കൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് എന്ന് പറയാൻ നമ്മുടെ കൂടരി വീട്ടിൽ നിന്ന് പറിച്ചതാണ്. അപ്പം നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. പല രീതിയിൽ അരിയാം. നീളത്തിൽ എരിയുന്നവരുണ്ട്, ചെരിച്ചിങ്ങനെ പൂളി വിടുന്നവരുണ്ട്, റൗണ്ടിൽ എരിയുന്നവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഇങ്ങനെ എടുക്കാം. അപ്പോൾ അത് നല്ല ഒരു രസം ഉണ്ടാവും, കാണാനും കഴിക്കാനും. കോവയ്ക്കെല്ലാം നമ്മളിങ്ങനെ ഈ ഒരു കനത്തിൽ അരിഞ്ഞു വെച്ചു കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ആദ്യം ഇടുന്നത് കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പിട്ടു. ഇനി ചേർക്കുന്നത് അരമുറി നാരങ്ങയുടെ നീരാണ്, ചെറുനാരങ്ങ നീര്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടോ, ഒരു ചെറിയ സ്പൂണിനൊരു സ്പൂൺ. പൊടികളിട്ട് കൊടുക്കാം. മുളക് പൊടി എരിവിന് പാകത്തിന് ചേർക്കണം കേട്ടോ. ചെറിയ സ്പൂണിനൊരു സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരര സ്പൂൺ കായപ്പൊടി. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ചിടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിനകത്തു നിന്നൊരു വെള്ളമുണ്ട്, കോവയ്ക്കയിൽ പറ്റിയിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, അത് മതിയാവും. മസാല പുരട്ടി ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാവേ. ഉപ്പ് എരിവൊക്കെ ഒന്ന് നോക്കുകയാണേ. നമ്മൾ മസാല പുരട്ടിയതൊക്കെ 10 മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാവേ, മതി. കുറച്ച് ഇട്ട് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഇടാവേ. ചോറുണ്ണാനൊക്കെ ഇത് ധാരാളം മതി കേട്ടോ, പിള്ളേർക്കൊക്കെ. ഓക്കെ, മതി. ഇനി നമുക്കൊന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ആയിട്ടില്ല, മുരിഞ്ഞോട്ടെ. നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. കോവയ്ക്കെല്ലാം നമ്മളിതാ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി വെറുതെ ഒരു ഗാർണിഷിന് വേണ്ടി ഇച്ചിരി തേങ്ങാക്കൊത്തി എണ്ണയിലോട്ടിടാവേ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം, കറിവേപ്പില, വറ്റൽമുളക്, ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് കോരി അതിൻ്റെ പുറത്തോട്ടിടാം. വെറുതെ ഒരു രസം. തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ ചുമന്ന് വന്നപ്പം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. പച്ചമുളകും കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്. ഇതിങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ഷോയ്ക്കാണ്. ഇടുവാണേ നല്ലതാണ്. നല്ല ഫ്രൈ ആയ പച്ചമുളകും പിന്നെ ആ തേങ്ങാക്കൊത്തും ഒക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. ഇങ്ങനെ അങ്ങോട്ടിടാം. അങ്ങനെ നമ്മുടെ ഒരു കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ കോവയ്ക്ക കുറേ ഉണ്ടെങ്കിലേ അരിഞ്ഞ് ഇച്ചിരി മഞ്ഞപ്പൊടിയും
ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്തിട്ട്, മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവി കയറ്റിയിട്ട് വെയിലത്തിട്ട് ഉണക്കി ടിന്നിലിട്ട് സൂക്ഷിച്ചാൽ മഴക്കാലത്തും വറുത്ത് കഴിക്കാം. അപ്പം കോവയ്ക്കൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയരുത്, ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും വെറുതെ ആണെങ്കിലും തിന്നാൻ നല്ല സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ആ കായത്തിൻ്റെയും നാരങ്ങ നീരിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല രസമാണ്. വെറുതെ മുളക് പുരട്ടി വറക്കുന്നതിലും നല്ലതിങ്ങനെ വറക്കുന്ന കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.